സത്യം പറയുകയാണെങ്കിൽ അവര് സമ്മതിച്ചു കഴിഞ്ഞ ഉടനെ എനിക്കും ആകെ കൂടി ടെൻഷനായി. സത്യമാണോ കള്ളമാണോ എന്ന് വരെ ചിന്തിച്ചു പോയി ഞാൻ. എന്നാലേ കല്യാണം ഉറപ്പിച്ച കാര്യം എന്തായാലും സത്യം തന്നെ. വിളിച്ച അപ്പ വഴക്കിടാറുള്ള ആ കഴുത ഇന്നെന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? എന്തെങ്കിലും കുഴപ്പം കാണുമോ? ചേച്ചി എത്ര നേരമായി ഫോൺ കിടന്നടിക്കുന്നു? റിസീവ് ചെയ്യുന്നില്ലെങ്കിൽ സൈലന്റ് ആക്കിയെങ്കിലും വെക്ക്. എനിക്ക് പഠിക്കാനുണ്ട്. ഒത്തിരി ഡിസ്റ്റർബൻസ് ആവുന്നു. സോറി മോളെ, നീ പോയി പഠിച്ചു, ഞാൻ സൈലന്റ് ആക്കിക്കോളാം. റൗഡി ബേബി ബഹളം ഉണ്ടാക്കാതെ സമ്മതിച്ചോന്നോ? നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ, പൊക്കോളാൻ. ഇപ്പൊ സമാധാനായി. എത്ര നേരമായി ഞാൻ വിളിക്കുന്നു, നീ എന്താ കോൾ എടുക്കാത്തെ? നീ ഇപ്പൊ എവിടെയാ ഉള്ളേ? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവിടെയെല്ലാം ഓക്കെ അല്ലേ? എന്താ നീ ഒന്നും മിണ്ടാത്തത്? അമ്മ ഇവിടെ തന്നെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. നീ ഓക്കെ ആണോ? എന്താ ഒന്നും സംസാരിക്കാത്തത്? എന്തൊക്കെയാ സംഭവിച്ചെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഐ എം സോറി. നിങ്ങൾ എന്തിനാ സോറി പറയുന്നേ? എന്റെ അമ്മ അങ്ങനെയൊക്കെ ഒരിക്കലും പെരുമാറരുതായിരുന്നു. നിങ്ങൾ ക്ഷമിക്കേ. എന്തായാലും കാര്യങ്ങളൊക്കെ ഇവിടെ വരെ എത്തിയല്ലോ എന്നുള്ള സമാധാനം ഉണ്ട് എനിക്ക്. ചേച്ചിയുടെയും വിക്കിയുടെയും കല്യാണം നടക്കുന്ന ഉറപ്പായല്ലോ, അത് മതി എനിക്ക്. നമുക്ക് ബാക്കിയൊക്കെ പിന്നെ സംസാരിക്കാം. ബൈ. അതെ വെക്കില്ല. ഹലോ, ഈ കഴുതക്ക് എന്താ പറ്റിയേ? വഴക്കുണ്ടാക്കുന്നില്ല, ഒന്നും സംസാരിക്കുന്നുമില്ല. എന്തായാലും സിദ്ധാർത്ഥനൊന്ന് വിളിച്ചു നോക്കാം. ഹലോ ചേട്ടാ. അമൂല്യ, അർജന്റായിട്ട് എനിക്ക് നിന്നെ ഒന്ന് മീറ്റ് ചെയ്തേ പറ്റൂ. അർജന്റായിട്ടോ? എന്തു പറ്റി ചേട്ടാ? എല്ലാം ഇങ്ങനെ ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല അമൂല്യ. അവിടെ വേദാന്ത്. വേദാന്തോ? വേദാന്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അവൻ എന്നെ ഫോണിൽ വിളിച്ചായിരുന്നു, പക്ഷെ ഞാനൊന്നും തന്നെ സംസാരിച്ചില്ല. എല്ലാം നമുക്ക് സംസാരിക്കാം, നീ പെട്ടെന്ന് വാ. ശരി ചേട്ടാ, ഞാൻ പെട്ടെന്ന് വരാം. എന്തിനാ ചേട്ടാ പെട്ടെന്ന് വരാൻ പറഞ്ഞേ? വേദാന്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഐ ആം ഓൾ റൈറ്റ്. നിനക്കെന്താ പറ്റിയേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ല. നിന്നെ കണ്ടിട്ടൊരു പ്രശ്നമുണ്ടല്ലോ. നിനക്കെന്താ പറ്റിയേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്നു പറ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. സത്യാണോ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നിന്നോടാ ഞാൻ ചോദിക്കുന്നേ. Is everything okay? സോറി വേദാന്ത്, ഗൗതമിനെ പറ്റി നിങ്ങൾ പറഞ്ഞത് ഞാൻ കേൾക്കണായിരുന്നു. Just stop it, അമൂല്യ. എനിക്ക് നിന്റെ സൈലൻസ് സഹിക്കാൻ പറ്റുന്നില്ല. ഐ മീൻ, ഇവളിങ്ങനെ സൈലന്റ് ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഈ ക്യാരക്ടർ നിനക്ക് മാച്ച് അല്ല. നോർമൽ ആവാ അമൂല്യ. ഞാൻ നോർമലായിട്ട് തന്നെയാ ഉള്ളേ. അതെ, നീ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? കൊഴുത ഇല്ലെങ്കിൽ വളവളാന്ന് സംസാരിച്ചോണ്ടിരിക്കുവല്ലോ. ഇപ്പൊ നിനക്ക് എന്താ പറ്റിയേ? എന്തേലും സംസാരിച്ച വായിന്ന് മുത്തു കൊഴിയോ?
ഇവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത്? അമൂല്യ സംസാരിക്കുമെന്ന് പറഞ്ഞു വഴക്ക് പറഞ്ഞവൻ ഇപ്പൊ സംസാരിക്കാത്തതിന് വഴക്ക് പറയുന്നു. ഞാൻ കുറെ നേരമായി ക്ഷമിച്ചോണ്ടിരിക്കുക. ഐ ആം യുവർ ബോസ്. ഇപ്പൊ നീ എന്റെ ബോസായിട്ടാ പെരുമാറുന്നേ. മരക്കഴുത, നിനക്ക് അഹങ്കാരം ഇത്തിരി കൂടുതലായിട്ടുണ്ട് കേട്ടോ. അഹങ്കാരം കൂടിയത് എനിക്കല്ല, നിനക്കാ. നീ ആരൊക്കെയാണെന്നാ നിന്റെ വിചാരം? ഒന്നും മിണ്ടുന്നില്ല എന്ന് വിചാരിച്ച് തലയിലേക്ക് കയറുവാണല്ലോ അഹങ്കാരി. എന്താ എന്തിനാ ചിരിക്കുന്നേ? അതെന്റെ ഇഷ്ടം. ഞാൻ ചിരിക്കുന്നതിന് നിനക്കെന്താ പ്രശ്നം? വെറുതെ നിന്ന് ചിരിക്കാൻ നിനക്കെന്താ വട്ടാണോ? ഉറപ്പാ നിന്റെ വട്ട് ഒരിക്കലും മാറാൻ പോകുന്നില്ല. അതെന്തായാലും ഗ്യാരണ്ടിയാ. ഇപ്പൊ നീ നോർമലായി. ഇനി പൊക്കോ. എന്താടോ താനത് കളിയാക്കുവാണോ? നീ ബോസ് ആണെന്ന് വിചാരിച്ച് എന്ത് വേണമെങ്കിലും പറയാനാണോ? എനിക്ക് എന്തൊക്കെ ജോലിയാണെന്ന് അറിയാവോ? അതെല്ലാം വിട്ടിട്ട് ചേട്ടൻ പറയുന്നതായിട്ട് ഇങ്ങോട്ട് വന്നപ്പോ എന്റെ കളിയാക്കുവാണോ? സ്റ്റോപ്പ് ഇറ്റ് അമൂല്യ. നീ നിന്റെ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നു. ഏയ് മിണ്ടാതിരിടോ. വലിയ ത്യാഗിയാണെന്നുള്ള രീതിയിലൊന്നും അഭിനയിക്കാൻ നിൽക്കണ്ട. നീ ചെയ്ത കാര്യത്തിന് ലിമിറ്റ് അല്ല വേണ്ടേ. നിന്നെ വിളിച്ചു വരുത്തി 4 ഇടി തന്നാലും അതിലൊരു തെറ്റും. വ്യക്തമായ റീസൺ ഇല്ലാതെ ഒന്നും ചെയ്യില്ല. നിന്നെ ഒന്ന് ഉഷാറാക്കാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചത്, മനസ്സിലായോ? താൻ ആരാടോ എന്നെ ഉഷാറാക്കാൻ? എനിക്കും ഫീലിങ്സ് ഉണ്ട്. ചിലപ്പോ ഹേർട്ടാവും, അതുകൊണ്ട് ഡള്ളായി. ഇതൊക്കെ കോമൺ അല്ലേ? എപ്പോഴും വേറൊരാളുടെ ഇഷ്ടത്തിനൊന്നും ജീവിക്കാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഞാൻ പെരുമാറും. എന്തൊക്കെ പ്രശ്നങ്ങൾ ലൈഫിൽ വന്നാലും നമ്മൾ നമ്മളായിരുന്നാലേ ഭംഗിയുള്ളൂ. എന്ത് നന്നാവുള്ളൂ? ഞാൻ എപ്പോഴും ഞാനായിട്ട് തന്നെ ഇരിക്കാറുള്ളൂ. താനൊന്ന് പോയേ, എനിക്ക് വേറെ പണിയുണ്ട്. ഞാൻ പോവാ. ബൈ. സിദ്ധാർത്ഥ്, ഇവളാള് മാറിപ്പോയിന്നാ ഞാൻ വിചാരിച്ചേ. ഒരു മാറ്റവും ഇല്ല. ഇവളെ മാറ്റാൻ ശ്രമിക്കുന്നത് ഏറ്റവും വലിയ സ്റ്റുപ്പിഡ് തിങ്. ഐ ആം ഡൺ. ബൈ. അമൂല്യ വിഷമത്തിലാണ്. അവളെ ചേരപ്പെടണമെന്നും പറഞ്ഞ് വന്നിട്ട് അവളെന്തോ പറഞ്ഞതിന്റെ പേരില് വിഷമിച്ച് പോവാണല്ലോ. ഇവരിനി ഒരു കാലത്തും ഒരുമിക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ കൂടെ നിന്നിട്ട് എനിക്ക് തന്നെ തലവേദനയാണ്. ഇത്രയും നാളത്തെ എന്റെ കുടുംബജീവിതത്തിൽ ഇതുവരെ എന്റെ ഭർത്താവിനോട് കള്ളം പറയേണ്ട അവസ്ഥ എനിക്ക് വന്നുപോയി. കാര്യം മുഴുവനായി പറയാതെ അവര് കല്യാണത്തിന് സമ്മതിച്ചു എന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ചു. അവര് കല്യാണത്തിന്റെ കാര്യം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഞാൻ സുഹാസിനിയുടെ കാലിൽ വീണ് മാപ്പ് ചോദിച്ച കാര്യം എന്റെ ഭർത്താവോ എന്റെ മറ്റു മക്കളോ ആരും തന്നെ അറിഞ്ഞിട്ടില്ല. അവരുടെ വീട്ടിൽ പോയി അവരുടെ കാൽക്കൽ വീണ് ഞാൻ മാപ്പ് പറഞ്ഞതും അതല്ല എന്റെ ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം ക്ഷമിക്കില്ല. എനിക്ക് എന്റെ കാര്യം മാത്രം ചിന്തിക്കാൻ പറ്റില്ലല്ലോ. എനിക്കുണ്ടായ അപമാനത്തെക്കാൾ എന്റെ മകളുടെ ജീവിതം എനിക്ക് വലുത്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വലുതാക്കിയ പിന്നെ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിയൊരുക്കും. ബന്ധുക്കളാകാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോ വഴക്കാവാതിരിക്കാനല്ലേ നമ്മൾ നോക്കണ്ടേ. ഇന്നുണ്ടായ ഒരു കാര്യവും എന്റെ ഭർത്താവ് അറിയാൻ നോക്കണേ എന്റെ ഭഗവാനെ. ആരതി വിക്രാന്തിനൊപ്പം സന്തോഷമായിട്ട് തന്നെ ജീവിക്കട്ടെ. അവരുടെ സ്വപ്നമാണ് അവരുടെ ജീവിതം എന്ന് മനസ്സിലാക്കിയപ്പോ അവരുടെ സന്തോഷമാണ് എനിക്ക് വലുതെന്ന് ഞാൻ ചിന്തിച്ചുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാത്തോളേ ഭഗവാനെ. മോളെ അമ്മ, ആ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും നീ ആരോടും പറയില്ലേ മോളെ? പറയില്ലമ്മേ. അവര് തെറ്റ് ചെയ്തിട്ടും എന്റെ അമ്മ കാല് പിടിക്കേണ്ടി വന്നല്ലോ എന്നോർത്താ എന്റെ സങ്കടം. പെൺമക്കളുടെ അമ്മയായി പോയില്ലേ? എല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിച്ചേ പറ്റും മോളെ. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ അഹങ്കരിച്ചിട്ട് ഒരു കാര്യമില്ല മോളെ. അതിന് പകരമായി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിന് നല്ല ശക്തി തരും. എന്ത് തന്നെ ആയാലും എനിക്കതൊന്നും അംഗീകരിക്കാനേ പറ്റുന്നില്ല അമ്മേ. മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എങ്ങനെയൊക്കെ ആയാലും നമുക്ക് നമ്മുടെ ആരതിയുടെ സന്തോഷം തന്നെയല്ലേ മുഖ്യം. അതിനുവേണ്ടിയല്ലേ നീ ഓരുടെ കാലി വീഴേണ്ടി വന്നത്. നീ ഇതൊന്നും ആലോചിച്ച് എന്റെ മോള് സങ്കടപ്പെടല്ലേ. അമ്മു, നിനക്ക് നിന്റെ പ്രായത്തിനേക്കാൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാലോ. എനിക്ക് നിന്റെ കാര്യം ഓർത്ത് ഒരുപാട് അഭിമാനം തോന്നും മോളെ. തന്തേനാ
വിക്കി, മദറിന്റെ വാ. എന്താ വിക്കി, നീ വലിയ സന്തോഷത്തിലാണല്ലോ. കുഞ്ഞായിരിക്കുമ്പോഴേ നീ വലിയ കുസൃതിയായിരുന്നു, ഹൈപ്പർ ആക്റ്റീവ്. പക്ഷേ നീ മറ്റു 2 പേരെയും പോലെ എന്നോട് അത്ര അടുപ്പത്തിലായിരുന്നില്ല. ഐ എം സോറി മദറിന്റെ, ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോയി. ബട്ട് യു ആർ ദ ബെസ്റ്റ്. എനിക്കുള്ള സന്തോഷം എങ്ങനെയാന്ന് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ചേട്ടൻ അമ്മയെ ഇത്രത്തോളം ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതുപോലെ എന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്, അറിയോ? പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് മോനെ. പ്രോബ്ലം? എന്ത് പ്രോബ്ലം? ആദ്യയുടെ വിവാഹം കഴിഞ്ഞു, ഇപ്പൊ നിന്റെയും നടക്കും. എനിക്കതിൽ സന്തോഷം. പക്ഷേ വേദാന്തിന്റെ കാര്യം ഓർക്കുമ്പോഴാ നിങ്ങൾ 2 പേരും നിങ്ങളുടെ കുടുംബമായി ജീവിക്കാൻ തുടങ്ങും. ഞാനും നിന്റെ അച്ഛനും പോയി കഴിഞ്ഞാ വേദാന്ത് ഒറ്റപ്പെട്ടു പോവില്ലേ? അതുകൊണ്ട് ഞാനും നിന്റെ അച്ഛനും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആണോ? എന്താ അമ്മ അത്? നിന്റെയും വേദാന്തിന്റെയും കല്യാണം ഒരുമിച്ച് നടത്തണമെന്ന്. എനിക്കെന്താ കോൺസെൻട്രേഷൻ കിട്ടാത്തത്? അല്ല, അവരുടെ കല്യാണം തീരുമാനമായി, എന്നിട്ട് മൈൻഡ് റിലാക്സ് ആവുന്നില്ലല്ലോ. എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. മൈൻഡ് എന്റെ കൺട്രോളിലല്ല. ആ കഴുതയുടെ ഓർമ്മ വരുന്നു. ഇവളെ എന്തിനാ ഞാൻ ഓർക്കുന്നേ? ചേട്ടന്റെ കല്യാണത്തെ കുറിച്ചാണോ? അത് നടക്കാൻ പോകുന്നില്ല. എന്റെ വേദന ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ഇങ്ങനെ ഒരവസ്ഥ ലോകത്തൊരമ്മയ്ക്കും ഉണ്ടാവരുത്. വേദാന്തിന്റെ കാര്യം ഓർക്കുമ്പോഴ എനിക്ക് സങ്കടം വരുന്നേ. അവൻ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു, പ്രത്യേകിച്ച് നിന്റെ എല്ലാ കാര്യത്തിലും. ബിസിനസിന്റെ കാര്യങ്ങളിലല്ലാതെ വേറൊന്നിലും അവൻ ഒരിക്കലും തലയിടാറില്ല. പെൺകുട്ടികളുടെ മുഖം കാണുന്നത് തന്നെ അവന് ദേഷ്യം. ഈ വിവാഹം എന്നതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല അവന്. എന്നാൽ നിന്റെ കാര്യത്തിന് വേണ്ടി ആ പെൺകുട്ടികളുടെ വീട്ടുകാരോടൊക്കെ അവൻ സംസാരിച്ചു. നിന്റെ ഇഷ്ടം നടക്കാൻ വേണ്ടി മാത്രം 4 പെൺകുട്ടികളുള്ള ഒരു വീട്ടിൽ നിന്നും വിവാഹം കഴിക്കാൻ വരെ അവൻ സമ്മതിച്ചിരിക്കുന്നു. ഇങ്ങനൊരു വ്യക്തിയിൽ നിന്നും ഇനി എന്താ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? നമ്മൾ അവൻ എന്താ തിരിച്ചു കൊടുത്തിരിക്കുന്നേ? അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ മോനെ? അതെല്ലാം ശരിയാണമ്മേ. ഐ അഗ്രി. ഹീസ് ദ ബെസ്റ്റ്. ഐ അഗ്രി. അവനെ പോലെ അങ്ങനെ ആർക്കും കഴിയില്ല. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അവനെ ഫോഴ്സ് ചെയ്യാൻ അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. അതൊക്കെ പോട്ടെ, അവനിതിന് സമ്മതിക്കും തോന്നുന്നുണ്ടോ? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നീ പറഞ്ഞ അവ അനുസരിക്കും വിക്കി. പക്ഷെ ആ കാര്യം നീ അവനോട് പറയേണ്ടതുപോലെ പറയണം. ഞാനൊരു 1000 തവണ പറയാൻ റെഡിയാണമ്മേ. പക്ഷേ അവൻ ഒരിക്കലും സമ്മതിക്കില്ല. അവൻ സമ്മതിക്കില്ല എന്നങ്ങനെ ഉറപ്പിച്ച് പറയാനൊന്നും നിൽക്കണ്ട. അവനെ കൊണ്ട് സമ്മതിപ്പിക്കുമെന്ന് മനസ്സിലാദ്യം ഉറപ്പിക്കും. നീ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അമ്മ എന്റെ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു നോക്ക്. ഇതാ നോക്ക് വേദാന്ത്, നിന്റെ ജോലിയെ പറ്റി നീ ആലോചിക്കേ. അല്ലാതെ അവൾ ഓർത്തിരിക്കാതെ. അവള് വലിയൊരു ധിക്കാരിയാണ്. പോരാത്തതിന് അഹങ്കാരി, വഴക്കാളി, പിന്നെ മരക്കഴുതേ, എല്ലാം ശരി തന്നെയാ. പക്ഷെ അവളുടെ ചേച്ചിക്ക് വേണ്ടി എന്റെ അമ്മയുടെ കാല് പിടിച്ചില്ലേ അവള്. അവള് നല്ല കുട്ടിയാ. ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് നാണമില്ലേ വേദാന്ത്? ആ കഴുത നിന്റെ ശത്രുവാ. അങ്ങനെയുള്ള അവളാണോ ഈ നല്ല കുട്ടി? നിനക്ക് എന്താ പറ്റിയത്? ഇതുകൊണ്ട് മാത്രം പെണ്ണുങ്ങളോട് അടുക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. അമ്മയ്ക്ക് തോന്നുന്നുണ്ട് ഈ ട്രിക്കിലൊക്കെ അവൻ വീഴുന്ന്. അറിയില്ല, പക്ഷെ നീ തന്നെ അവനെ കൺവിൻസ് ചെയ്യിക്കണം. അവൻ പാവമല്ലേ മോനെ? എപ്പോഴെങ്കിലും നമ്മളില്ലാതായാലും അവൻ്റെതായ ഒരു കുടുംബജീവിതം വേണ്ടേ?
കോടികളുടെ സ്വത്തുണ്ടായിട്ടും സ്വന്തക്കാരാരുമില്ല എന്നല്ലേ മറ്റുള്ളവർ പറയൂ. ഇപ്പോഴത്തെ വാശിക്ക് കല്യാണം വേണ്ടെന്നൊക്കെ പറയും. പിന്നീട് എപ്പോഴെങ്കിലും ഒരു കൂട്ട് വേണമെന്ന് തോന്നിയാലും അപ്പോഴേക്കും കാലം കഴിഞ്ഞു പോയിരിക്കും. ഒരുപക്ഷെ അവന് പെണ്ണ് കിട്ടുമായിരിക്കും. പക്ഷെ അപ്പോൾ അവനത് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ലല്ലോ. അതൊക്കെ എനിക്ക് മനസ്സിലാവും അമ്മേ. ഞാൻ അവനെ കൺവിൻസ് ചെയ്യാനും റെഡിയാണ്. പക്ഷെ ഈ ഒരു കാര്യത്തില് ആരൊക്കെ എത്രയൊക്കെ മറിഞ്ഞു ശ്രമിച്ചാലും അവന്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനെ സമ്മതിപ്പിക്കാൻ ഇതിനേക്കാളും നല്ലൊരു അവസരം കിട്ടില്ല വിക്കി. അത് നീ യൂസ് ചെയ്യണം. നോക്ക്, അവന്റെ കാര്യത്തിൽ ആർക്കും വേവലാതി ഇല്ലെങ്കിലും അമ്മയായി എനിക്കുണ്ട്. അതുകൊണ്ട് അവന്റെ കല്യാണം തീരുമാനിക്കാതെ നിന്റെ കല്യാണം നടത്താൻ പറ്റില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അവൻ നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ആ കടം വീട്ടാൻ ഇത് നിനക്ക് നല്ലൊരു അവസരം. ആ അവസരം ഇപ്പൊ നിന്റെ കയ്യിലാ ഉള്ളത് വിക്കി. എന്ത് ചെയ്യണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അഹങ്കാരി ആദ്യമായിട്ടാ എന്നോടൊരു ജെന്റിൽമാനായിട്ട് പെരുമാറിയത്. എന്റെ അഹങ്കാരിയോ? അങ്ങോട്ട് വിളിച്ചിട്ട് ഒരു താങ്ക്സ് പറഞ്ഞാലോ? വാട്ട്സ് റോങ് വിത്ത് യു? പോയി ആ കഴുതയ്ക്ക് ഫോൺ ചെയ്യുന്നോ? എടി അമ്മു, നീ എന്തിനാ അവനെ ഫോൺ ചെയ്യാൻ പോകുന്നേ? നിനക്ക് വേറെ പണിയൊന്നുമില്ല വേദാന്ത്. നീ ഇപ്പൊ നല്ല ഉദ്ദേശത്തിൽ ഫോൺ ചെയ്താലും നടക്കാൻ പോകുന്നത് നല്ല വഴക്കായിരിക്കും. വെറുതെ എന്തിനാ ഓരോന്ന്? അവന്റെ കാര്യം വിട്ട് കളഞ്ഞേക്കാം. എടി പൊട്ടി, നിനക്കിത് എന്തിനു സുഖേടാ? ഇതാമേ, വല്യമ്മയുടെ കോള് കണക്ട് ആയിട്ടുണ്ട്. ചേച്ചി എങ്ങനെയിരിക്കുന്നു പ്രമി? ഞാൻ വരണോന്ന് കരുതിയതാ മോളെ. എന്നാൽ നിന്റെ ചേട്ടന്റെ കാര്യം അറിയാലോ നിനക്ക്. കല്യാണം മുടങ്ങിയത് എല്ലാവർക്കും വലിയ വിഷമായിട്ടുണ്ടാവും. ഇപ്പൊ നീ അവിടേക്ക് പോകണ്ടെന്നും പറഞ്ഞു. ചേച്ചി, രാമായണവും ആയില്ല, മഹാഭാരതവും ആയിട്ടില്ല. ഇപ്പൊ എന്റെ ആരോഗ്യത്തിന് യാതൊരു കുഴപ്പമില്ല. കൂട്ടത്തിലേ ഒരു നല്ല കാര്യം കൂടെയുണ്ട്. നല്ല കാര്യമോ? അതെന്ത് കാര്യ പ്രമി? എല്ലാം ആരതി ആഗ്രഹിച്ച പോലെ തന്നെ നടക്കും ചേച്ചി. വിക്കിയുടെ കൂടെ അവളുടെ കല്യാണം നടത്താനുള്ള ആലോചന നടക്കുന്നുണ്ട്. ഞാനും അമ്മുവും അവരുടെ വീട്ടിൽ പോയി എല്ലാ കാര്യങ്ങളും സംസാരിച്ചിരുന്നു. അവർക്ക് സമ്മതമാ. സത്യാണോ നീ പറയുന്നത്? സുഹാസിനി സമ്മതിച്ചെന്നോ? പിന്നെ എന്നോടെന്തേ അവരിതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ? ചേച്ചി, ഇതിനെപ്പറ്റി സംസാരിച്ച് ഇന്നല്ലേ ചേച്ചി, പിന്നെങ്ങനെയാ? ഞാൻ ആദ്യം നിന്നെയാ വിളിച്ചത്. അവര് കല്യാണ നിശ്ചയത്തിന് നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരിക്കുക. പ്രമി, ഇത്ര സന്തോഷമുള്ളൊരു കാര്യം കേട്ടിട്ട് ഞാൻ എങ്ങനെയാ നിന്റെ വീട്ടിലേക്ക് വരാതിരിക്കുന്നത്? എന്തായാലും എല്ലാം നല്ലതായല്ലോ. സന്തോഷായി പ്രമി. പ്രമി, ഞാൻ എന്തായാലും അങ്ങോട്ട് വരാം. ശരി ചേച്ചി, ഞാൻ നിങ്ങളെ കാത്തിരിക്കും കേട്ടോ. ശരി മോളെ. എടി തീറ്റിക്കൊണ്ടാരും മര്യാദയ്ക്ക് കാല് തിരുമ്മ. ഇന്ന് അമ്മ എത്ര ദൂരം അലഞ്ഞതാന്ന് നിനക്കറിയാമോ? എന്തിനാ എന്റെ തലയിലടിച്ചേ? അമ്മ നോക്കാമേ. എന്തിനടി ഈ കുട്ടി എപ്പോഴും ഇങ്ങനെ നീ അടിക്കുന്നേ? കുട്ടിയോ? ഈ പോത്തോ? ഇങ്ങനെയുള്ള ഡയലോഗൊക്കെ പറഞ്ഞ സ്ട്രോങ് ആയിട്ടുള്ള എന്റെ ഹേർട്ടിനെ വീക്ക് ആക്കല്ലേ അമ്മേ? ഇവളെ നേരത്തെ കല്യാണം കഴിപ്പിച്ചിരുന്നെങ്കിൽ മിനിമം 4 കുട്ടികളെങ്കിലും ആയേനെ. ചുമ്മാ ഇരിക്കടി. ആദ്യം നിങ്ങളുടെ മൂത്ത ചേച്ചിയുടെ കല്യാണം, അത് കഴിഞ്ഞും നിങ്ങളുടെ 2 പേരുടെ കല്യാണം കേട്ടാ. പരിമളം, ഇപ്പൊ ഒരു തിരക്കും ഇല്ല. ചേച്ചിയുടെ കല്യാണത്തിന് ഒരുപാട് കാശ് കൂട്ടി വെക്കണം. എന്തായാലും ജോലിക്കൊക്കെ പോകുന്നുണ്ടല്ലോ, കാശൊക്കെ ഉണ്ടാവുന്നേ. എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? അമ്മേ, അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും എനിക്കത് മറച്ചു വെക്കാൻ ഇഷ്ടമല്ല അമ്മേ. നീയും ആരെങ്കിലും ലവ് ചെയ്യുന്നുണ്ടോ മോളെ? അയ്യോ ഇല്ലമ്മേ. അമ്മേ,
എന്ത് ചോദ്യം അമ്മ ചോദിക്കുന്നേ? അമ്മയ്ക്ക് തീരെ ബുദ്ധിയില്ലേ? പോയി പോയി ഈ സാധനത്തിനോടാണോ ചോദിക്കുന്നത്? ഈ ലോകത്തിന്റെ ചരിത്രം എടുത്ത ലവ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ഒരേ ഒരു പെണ്ണ ഇത്. കള്ളം മുതുക്കി.